അയ്യോ കുറച്ച് ഇമോഷണലായിപ്പോയി. കുറച്ച് മുന്നേ ഒരു സ്റ്റോറി ഞാനിപ്പോൾ ഇട്ട് വേറെ ആരോ ചെയ്ത കണ്ടൻ്റാണ്. ബട്ട് അത് കണ്ടപ്പം ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി. ഈ പറഞ്ഞതുപോലെ അനിയത്തിക്ക് 6 വയസ്സുള്ളപ്പം അമ്മ മരിച്ചതാണ്. അപ്പം ആ ടൈം തൊട്ട് ഇപ്പോൾ അവൾക്ക് 22 വയസ്സായി. ഈ ഒരു ഏജ് വരെ ഞാൻ പറയുന്നില്ല, ഒക്കെ ഒരു 19 വയസ്സ് വരെ 19-20 വയസ്സ് വരെയൊക്കെ ഞാനാണ് പുള്ളിക്കാരിയെ വളർത്തിക്കൊണ്ട് വന്നതും എല്ലാം ചെയ്തതും ഒക്കെ. ബട്ട് ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു സ്നേഹം പുള്ളിക്കാരിക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. ലൈക്ക് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡും എല്ലാം എൻ്റെ എഡ്യൂക്കേഷനും എല്ലാം മാറ്റി വെച്ചതാണ്, എൻ്റെ ഡ്രീംസും എല്ലാം. പിന്നെ അവളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവളെ ബുദ്ധിമുട്ടൊന്നും അറിയിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി ആ ഒരു ഇതറിയാത്തത് അവൾക്കിലേക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കിടപ്പുവശങ്ങൾ മനസ്സിലാവാത്തത്. എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കുമായിരിക്കും. എത്രയൊക്കെ ചെയ്തിട്ടും അവസാനം വരുമ്പോൾ നമ്മളാരും അല്ലാത്താവുന്ന ഒരവസ്ഥ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് തന്നെ. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് സഹകരിക്കും, നമ്മളോട് മിണ്ടും, സംസാരിക്കും. അതാവശ്യം കഴിയുമ്പോൾ അവർ പിടിയും തട്ടിയൊരു പോക്കം പോകും. അതൊക്കെ നമ്മൾ സർവൈവ് ചെയ്യണമല്ലോ. അതൊക്കെ നമ്മുടെ ചുറ്റിനും കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ എടുത്തു പോകണം. പക്ഷേ സ്വന്തം ലൈഫ് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചൂതാട്ടത്തിൽ കരുവയ്ക്കുന്ന കണക്കിന് വെച്ചിട്ട് അവസാനം സ്വന്തമായിട്ടും ഒന്നും അച്ചീവ് ചെയ്തില്ല, കൂടെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതും ഇല്ല. മൊത്തത്തിൽ 3G അവസ്ഥ. അവളെ സംബന്ധിച്ചുള്ള അവൾ ലക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവൾക്ക് ഞാനെങ്കിലും ഉണ്ടായിരുന്നു സപ്പോർട്ടിന്, എല്ലാത്തിനും ഒരു കര പറ്റിക്കാൻ. ഞാനാണ് ഇതിനിടയ്ക്ക് പെട്ടുപോയത്. ഞാനെങ്ങും എത്തിയുമില്ല, എനിക്കൊട്ടാരും ഉണ്ടായിരുന്നുമില്ല. കൂടെ വന്നവരും തിന്നവരും ഒക്കെ എല്ലാവരും കണക്കായിരുന്നു തന്നെ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ നീഡ്സ് അവർക്ക് എന്നെ കൊണ്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വന്നു, കൂടെ നിന്നു, സഹകരിച്ചു. അവരുടെ ആവശ്യം കഴിഞ്ഞു, അവർ പോയി. വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ എന്നോട് സഹകരിച്ചവർ ഇപ്പോഴും കോൺടാക്റ്റിലുള്ളവരൊക്കെ. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും കണക്കാന്നേ. ഭയങ്കര സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞൊക്കെ കൂടെ കൊണ്ട് നടന്നവർ എല്ലാവരും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ, നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും നീഡുണ്ടോ, ദേ വിൽ ബി വിത്ത് അസ്. അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ പാഠം പഠിച്ച് ഞാൻ എൻ്റെ ഒരൊറ്റ ജീവിതം കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. വയസ്സ് 18 ഉള്ളൂ എനിക്ക്. ബട്ട് എക്സ്പീരിയൻസ് ഇഷ്ടം പോലും ഉണ്ട്. അയ്യോ, ഓരോന്നൊക്കെ ഇങ്ങനെ ഇപ്പം ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്തു, എന്ത് ഏൺ ചെയ്തു. പലരും സുഹൃത്തുക്കളാണെന്ന് പറയുന്നവരും എനിക്ക് പരിചയമുള്ളവരും എല്ലാവരും വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുണ്ടാക്കി നീ എൻ്റെ ലൈഫിൽ എന്തുണ്ടാക്കിയെന്ന്. ബട്ട് ഞാൻ എങ്ങനെയാണ് കടന്നു വന്നത്, ഇപ്പം ഞാനൊക്കെ ഇച്ചിരി ഒരുവിധം ഒന്ന് ഓക്കെ വരുവാണ് എന്നുള്ളൊരു സ്റ്റേജ് എത്തിയതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഞാനൊന്നും അച്ചീവ് ചെയ്യുകയോ ഒന്നും ചെയ്യാനുള്ളൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ എല്ലാം നോക്കിയും കണ്ടുമൊക്കെ ചെയ്തു കൊടുത്തും സ്വന്തം കാര്യം നോക്കിയൊക്കെ അങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലായിരുന്നു. അതിലും സേവിങ്സ് ഒക്കെ പിടിച്ച് പലതും ചെയ്തു. അതൊന്നും പുറമേ നോക്കുന്നവർക്കൊന്നും ഇല്ല. അവർക്കിലേക്ക് കാഴ്ചയിൽ എന്തെങ്കിലും ഹെവി ആയിട്ട് എന്തെങ്കിലും വേണം. വീടും വസ്തുവൊന്നും ഇതുവരെയായിട്ട് ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട്. ചിലരൊക്കെ ലൈക്ക് ഒരു സഹതാപം പോലെ ചോദിക്കാറുണ്ട്, ചിലർ കുത്തിപ്പറയും. എനിക്ക് അതാണ് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നത്. കാരണം ഈ പറയുന്നവർക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ചോദിച്ചിട്ട് നമ്മളങ്ങ് ഇതാക്കിയിട്ട് പോയാൽ മതി, ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കിയിട്ട്. നമ്മളെന്തോരം സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്നും ആരും അറിയുന്നില്ലെന്നേ. അതൊന്നും അറിയാനായിരിക്കും താല്പര്യവും ഇല്ല. പിന്നെ ഇപ്പം എല്ലാവരെയും പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ചോദിക്കും പിന്നെ എന്തുകൊണ്ടാക്കാണ് നീ ഇപ്പോൾ ഉള്ളതെന്ന് വിളമ്പുന്നതെന്ന്. അറിയത്തില്ല, എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്തോ വിഷമം അടിച്ചു, കുറച്ചിങ്ങനെ പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അന്ന് പറഞ്ഞു. പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കുക, ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അധികം ഇടിച്ചു കയറാതിരിക്കുക. കാരണം പലരുടെയും സാഹചര്യങ്ങൾ പലതായിരിക്കും. സോ അവരെ ഉപദ്രവിക്കാതിരിക്കുക. മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നിങ്ങൾക്ക് അവർക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ
ഉപകാരം ചെയ്തില്ലെങ്കിലും അവർ ഉപദ്രവിക്കരുത്. ഇപ്പോൾ ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ദ്രോഹിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുന്നവരൊക്കെ. അപ്പോൾ എനിക്കാരോടും കൈ വെച്ചിട്ട് നോ എന്ന് പറയാൻ അറിയില്ല. കാരണം എനിക്കറിയാം ഞാൻ ആ സിറ്റുവേഷൻ നല്ലപോലെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതായത് നമ്മുടെ ഒരു എമർജൻസി ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കയ്യിലില്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ കടം ചോദിക്കുമ്പോൾ ഒരാൾ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഇഷ്യൂ എനിക്കറിയാം. ആ ഒരിത് കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് പേർക്ക് എണ്ണം പറഞ്ഞാൽ തീരത്തില്ല. പലർക്കും അതായത് വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടായി എൻ്റെ ഫുൾ സിറ്റുവേഷനും ഞാൻ എങ്ങനെയാണ് കാശ് ഉണ്ടാക്കി സേവ് ചെയ്ത് വെക്കുന്നതെന്ന് അറിയാവുന്ന, എൻ്റെ ഡ്രീം അറിയാവുന്ന, എന്നെ വളരെ അടുത്തറിയാവുന്നവർ പോലും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, പ്ലീസ് ഉപദ്രവിക്കരുത്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുക. ഉപദ്രവിക്കാതിരിക്കുക. സഹായം ഞാൻ ചോദിക്കുന്നില്ല, ഉപദ്രവിക്കാതിരിക്കണം പ്ലീസ്.